നമസ്കാരം. പ്രധാന വാർത്തകൾ. വള്ളസദ്യ ദേവസ്വം ബോർഡിനെതിരെ പള്ളിയോട സേവാ സംഘം. ആറന്മുള വള്ളസദ്യ വാണിജ്യവത്കരിക്കാൻ ദേവസ്വം ബോർഡ് നീക്കം നടത്തുന്നതിനെതിരെ പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതിഷേധം. ആറന്മുള പാർത്ഥസാരഥിയുടെ പ്രധാന അന്നദാന വഴിപാടായ വള്ളസദ്യ വാണിജ്യവൽക്കരിക്കാനുള്ള നീക്കം അപലപനീയമാണെന്നും പള്ളിയോട സേവാ സംഘം സഹകരിക്കില്ലെന്നും പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാമ്പദേവനും സെക്രട്ടറി പ്രസാദ് ആനന്ദഭവനും അറിയിച്ചു. എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം കത്ത് നൽകി. ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ആചാര ലംഘനമാണെന്നും കത്തിൽ പള്ളിയോട സേവാ സംഘം ചൂണ്ടിക്കാട്ടുന്നു. കാലങ്ങളായി ആറന്മുള വള്ളസദ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പള്ളിയോട കരകളുടെ കൂട്ടായ്മയായ പള്ളിയോട സേവാ സംഘമാണ്. പള്ളിയോട സേവാ സംഘത്തിനാണ് വഴിപാട് വള്ളസദ്യ നടത്താൻ വേണ്ടി ബന്ധപ്പെടേണ്ടത്. എന്നാൽ ഞായറാഴ്ചകളിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന വള്ളസദ്യയിൽ താൽപ്പര്യമുള്ളവർക്ക് 250 രൂപ അടച്ച് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് പുതിയ തീരുമാനം. ഇതിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം രംഗത്ത് വന്നിട്ടുള്ളത്. നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും. ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് നിതീഷിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഷാർജയിലുള്ള നിതീഷിനെ നാട്ടിലെത്തിക്കും. ഇതിനായി ഇന്റർപോളുമായി സഹകരിച്ച് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ തീരുമാനം. നിതീഷിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജൂലൈ 8-നായിരുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ വിഭജികയെയും 2.5 വയസ്സുകാരി മകൾ വൈഭവിയെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. തുടർന്ന് മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തി. റീപോസ്റ്റ്മോർട്ടത്തിൽ വിഭജികയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു. ആവണിപ്പാറ ഉന്നതി ഒറ്റപ്പെട്ടു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു. അച്ചൻകോവിൽ, മണിമല എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടാണുള്ളത്. കോന്നി, അച്ചൻകോവിൽ, ആവണിപ്പാറ ഉന്നതി നിവാസികൾ ഒറ്റപ്പെട്ടു. 35ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഉന്നതിയിൽ നിന്ന് പുറം ലോകത്തേക്ക് എത്തുന്നത് സാഹസിക തോണി യാത്രയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഉന്നതിയിലുള്ളവർ ആശങ്കയിലാണ്. രാജിവെക്കാൻ സമ്മതിച്ചില്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. കുറ്റിപ്പുറത്തെ നഴ്സിന്റെ ആത്മഹത്യ മുൻ മാനേജറുടെ മാനസിക പീഡനം മൂലമെന്ന് പോലീസ്. കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആത്മഹത്യയിലേക്ക് നയിച്ചത് മുൻ മാനേജറുടെ മാനസിക പീഡനമെന്ന് പോലീസ്. കഴിഞ്ഞ ഡിസംബറിൽ ആശുപത്രിയിൽ നിന്ന് രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടും മാനേജർ അബ്ദുറഹ്മാൻ സമ്മതിച്ചില്ലെന്നും പോലീസ് കണ്ടെത്തി. രാജി നൽകിയെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ മാനേജർ തയ്യാറായില്ല. അറിയാത്ത ജോലികൾ ചെയ്യാൻ നിർബന്ധിച്ചെന്നും പോലീസ് പറയുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് പറഞ്ഞ് തുടരാൻ നിർബന്ധിച്ചു. ആത്മഹത്യ ചെയ്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ക്യാബിനിൽ വിളിച്ചു വരുത്തി അനാവശ്യമായി ചീത്ത വിളിച്ചെന്നും ഈ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. വിഫ ചുഴലിക്കാറ്റ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതിജാഗ്രതാ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒഡീഷ, പശ്ചിമബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതോടെ കേരളത്തിൽ തിങ്കളാഴ്ച വരെ വീണ്ടും മഴ ശക്തി പ്രാപിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞുപോയ ശക്തമായ മഴ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യഥാർത്ഥ പടിഞ്ഞാറൻ കാറ്റായി വീശാനാണ് സാധ്യത. ന്യൂനമർദ്ദം ശക്തി കൂടി തീരത്തോട് അടുക്കുന്നതിനനുസരിച്ച് കേരള തീരത്തും കാറ്റ് ശക്തിപ്പെട്ടാൽ മലയോര മേഖലയിൽ ഇത്തവണ കൂടുതൽ ജാഗ്രത വേണ്ടിവരും. പ്രത്യേകിച്ച് ശനി, ഞായർ ദിവസങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ്.